മൂവി കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയത് പാതിരാത്രിക്കാണ്. കിച്ചണിൽ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഞാൻ ഈ പച്ചക്കറികളൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്നുള്ളത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്നാണ് ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയത്. സിനിമയ്ക്ക് പോകേണ്ട തിരക്കിൽ ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനും മറന്നുപോയി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യാട്ടോ, എന്റെ കണ്ണൊക്കെ അടഞ്ഞു പോവാണ്. ഉറക്കം വന്നിട്ടാണോ എന്നറിയില്ല, ഇതിൽ ഉള്ളി ഏത്, തക്കാളി ഏത്, പയർ ഏത്, മുളക് ഏതെന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരോ ബേബി എപ്പോഴാണോ കിച്ചണിൽ വന്നത്? ഇവൻ റൂമിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നല്ലോ. ആരോ ബേബി വന്നത് നന്നായി, എനിക്കൊരു കൂട്ടായി. നമുക്ക് കുറച്ചു നേരം ആരോ ബേബീനെ എടുത്ത് ഒന്ന് ഡാൻസ് എല്ലാം ചെയ്യാം. വിശന്നാ നമ്മളല്ലാതെ ആവുന്ന സ്റ്റിക്കേഴ്സിന്റെ പരസ്യത്ത് പറയുന്ന മാതിരി നമുക്ക് ഉറക്കം വന്നാലും നമ്മൾ ഇതുപോലുള്ള ഓരോ കോപ്രായങ്ങൾ കാണിക്കും. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ലവ് സ്റ്റോറി മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൂവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. ഓരോ വെജിറ്റബിൾസും ഓരോ ബോക്സിലാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ്. പക്ഷെ ഉറക്കം വന്ന് എന്റെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് പിന്നെ ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെക്കും. എനിക്ക് ഉറങ്ങാൻ പോകുന്നതിന്റെ മുന്നേ കിച്ചൺ നീറ്റ് ആക്കി വെക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കും. ഞാൻ കിച്ചണിൽ നിൽക്കുന്ന അത്രയും സമയം ആരോ ബേബി ഇത് എനിക്ക് കൂട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാണെന്നുള്ള, അവന് ഈ കാര്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ കിച്ചണെല്ലാം ഞാൻ നീറ്റ് ആക്കി എന്റെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഉറങ്ങാൻ പോകാം. ഓക്കെ, ബൈ.